ഹലോ ആൾ. കെ എസ് ടി ഇൻഫ്രാ സൊല്യൂഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനും ഫൈബർ ടെക്നീഷ്യൻസിനും വേണ്ടി ഡിസൈൻ ചെയ്ത കെ എസ് ജി ഫൈബർ കാൽക്ക് എന്നുള്ള ഫൈബർ നെറ്റ്വർക്ക് ഡിസൈൻ ടൂളിൻ്റെ ഡിസൈൻ ആപ്പിൻ്റെ ഒരു യൂസേജ് ഗൈഡ് വീഡിയോ ആണിത്. ഇതൊരു വെബ് ആപ്പാണ്. ഇത് ആക്സസ് ചെയ്യാനായിട്ട് fibercalc.ksginfrasolution.com എന്ന് നിങ്ങളുടെ ബ്രൗസർ ക്രോം ബ്രൗസറിനകത്ത് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ ഇൻസ്റ്റാൾ കെ എസ് ഡി ഫൈബർ കാൽക്ക് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഡിവൈസിലാണെങ്കിലും, ആൻഡ്രോയിഡ് ഡിവൈസ് ആണെങ്കിലും iOS ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും മാക് ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ വന്ന് കിടക്കും. ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് കംപ്ലീറ്റ്ലി ഓഫ്ലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ്, അതായത് നെറ്റ്വർക്കിൻ്റെ ഡിസൈൻസ് എല്ലാം ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ നമ്മുടെ ലോക്കൽ സ്റ്റോറേജിൽ തന്നെ സേവായി കിടക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക് ഡയഗ്രാം എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്കൊരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു OLT സോഴ്സ് ഉണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ OLT എന്ന് നടക്കുന്ന OLT ഞാൻ ജസ്റ്റ് അതിന് പേര് മാറ്റി കൊടുക്കുന്നു. ഔട്ട്പുട്ട് പവർ എത്രയാണെന്നുള്ള ഇവിടെ കൊടുക്കുക. 5 dB കൊടുത്തു. ഓക്കെ. വേറെ പ്ലേസ് നെയിം, ലാൻഡ്മാർക്ക്, വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മാൻഡേറ്ററി അല്ല. സേവ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ താഴെ ഇനി അടുത്ത ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് ആഡ് ചൈൽഡ് കൊടുക്കുക. ആഡ് ചൈൽഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ODF, ജോയിൻ ക്ലോഷർ, പോൾ, ജംഗ്ഷൻ ബോക്സ്, FDB, സ്പ്ലിറ്റർ, ബാലൻസ് സ്പ്ലിറ്റർ, അൺഈവൻ സ്പ്ലിറ്റർ. ബാലൻസ് സ്പ്ലിറ്റർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ PLC സ്പ്ലിറ്റേഴ്സാണ്. 1:2, 1:4 ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പ്ലിറ്റേഴ്സാണ്. അൺഈവൻ സ്പ്ലിറ്റേഴ്സ് റേഷ്യോ വരുന്ന സ്പ്ലിറ്റേഴ്സാണ്. കസ്റ്റമർ വേണ്ടി പിന്നെ നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും നെയിം ചെയ്ത് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരു അൺഈവൻ സ്പ്ലിറ്റർ ആഡ് ചെയ്യുന്നു. റേഷ്യോ ഒരു 90:10 കൊടുത്തു. ഇപ്പോൾ ഈ സ്പ്ലിറ്റർ എത്ര ദൂരത്തിലാണുള്ളതെന്ന് ഉള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുക്കാം. ഡിസ്റ്റൻസ് കൊടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ ലോസ് കൂടെ പെർ dB 0.25 ആണ് നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ആ ലോസ് കൂടെ ആഡായിട്ട് വരാനാണ് ഡിസ്റ്റൻസ് കൂടെ കൊടുക്കുന്നത്. ഇപ്പോൾ അൺഈവൻ സ്പ്ലിറ്റർ 90:10 സ്പ്ലിറ്റർ ആഡായി കഴിഞ്ഞു. അതിൽ 2 ലെഗുണ്ട്. ഇപ്പോൾ ഹൈ റേഷ്യോയിൽ വരുന്ന സിഗ്നൽ 3.20 ആണ്. ലോയിൽ വരുന്ന, അതായത് 10ൻ്റെ ലെഗിൽ വരുന്ന 6.70. അപ്പോൾ ഞാൻ 6.70 എന്നുള്ളതിൽ ഒരു ബാലൻസ് സ്പ്ലിറ്റർ ആഡ് ചെയ്യുന്നു. അവിടെ ഒരു 8 കണക്ഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു 1:8 സ്പ്ലിറ്റർ ആഡായി. അതിൽ 8 പോർട്ടുണ്ട്. അതിൽ ഇവിടെ നോക്കിയാൽ കാണാം 0/8 പോർട്ട്സ്, അതായത് 8 പോർട്ടിൽ ഒരു പോർട്ട് ഇപ്പോൾ യൂസ്ഡ് അല്ല, 0 പോർട്ട്സ് യൂസ്ഡ് ആണ്. ഇപ്പോൾ 8 പോർട്ടും ഫ്രീ ആണ്. അതിൻ്റെ താഴെ ആഡ് ചൈൽഡ് കൊടുക്കുന്നു. ഒരു കസ്റ്റമർ ONT കൊടുക്കുന്നു. ആഡ് ചെയ്യുന്നു. ഇപ്പോൾ കസ്റ്റമർ ONT ഇവിടെ ഗ്രീൻ കളറിലാണ് വന്നത്. ഗ്രീൻ കളറിൽ വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ആ ONTക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സിഗ്നലാണ് -17 എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട്, ഇപ്പോൾ ഞാൻ ഈ ലെഗിൽ, അതായത് +3 ഉണ്ടായിരുന്ന ഒരു ലെഗിൽ ONT ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്, അത് റെഡ് ആവും. കാരണം ആ സിഗ്നൽ അതിന് ഓക്കെ അല്ല, ഹൈ സിഗ്നലാണ്. ഓക്കെ. ഒരു ഡിവൈസ് റിമൂവ് ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് നോഡ് ഓൺലി കൊടുക്കുക. അപ്പോൾ അത് ഡിലീറ്റ് ആയി. ഓക്കെ. അതുപോലെ ഈ സ്പ്ലിറ്റേഴ്സിൻ്റെ അണ്ടറിൽ എനിക്ക് മൾട്ടിപ്പിൾ ONTs ആഡ് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ 3 ONT ആഡ് ആയിട്ടുള്ള 8 പോർട്ടിൽ 3 ONT ആഡ് ആയിട്ടുണ്ട്, അതിവിടെ കാണിക്കുന്നുണ്ട്. ഓരോ ONTയിലും 17.20 ഉണ്ട്. നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഈ എല്ലായിടത്തും ഡിസ്റ്റൻസ് 0 കിടക്കുന്ന എല്ലാ ONTയും. അപ്പോൾ ഒരു ONT മാത്രം നമുക്ക് ഡിസ്റ്റൻസ് മോഡിഫൈ ചെയ്ത് നോക്കാം. ഒരു 4 കിലോമീറ്റർ വെച്ചു, സേവ്. അപ്പോൾ ആ ONTയിൽ ആ ഡിസ്റ്റൻസിൻ്റെ ലോസ് കൂടെ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി ONTസിലെല്ലാം -17.2 ആണ്. പക്ഷേ ആ ഒരു 4 കിലോമീറ്റർ കൊടുത്തപ്പോൾ അതിൻ്റെ ലോസ് കൂടെ ആഡായിട്ട് -18.2 ആണ് ഇവിടെ വന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ കേബിൾസ് കാണുന്നില്ല, ഈ കേബിൾസിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കേബിൾ, അതിൻ്റെ കളർ കോഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ്, ഇപ്പോൾ ഇതിൽ ഞാനൊരു പുതിയ ഡിവൈസ് ആഡ് ചെയ്യുന്നു. ആഡ്. അത് ഓട്ടോമാറ്റിക്കലി അടുത്ത കളറാണ് വന്ന കേബിളിൻ്റെ. നമുക്കതിനെ എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ മാറ്റാം. ഞാനത് ഗ്രീൻ കൊടുത്തു. കേബിളിൻ്റെ ലേബിൾ, ഇപ്പോൾ കേബിൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നമുക്കിതിൽ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എറണാകുളം കൊടുത്തു കഴിഞ്ഞാൽ ഈ കേബിളിൽ തന്നെ ആ പേര് അവിടെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഇവിടെ ഒരു അൺഈവൻ സ്പ്ലിറ്റർ 90-10 സ്പ്ലിറ്റർ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2ലൊക്കെ യൂസായി. ഇനി അതിൻ്റെ താഴെ ഒരു എന്തെങ്കിലും ഒരു ചൈൽഡ് ഡിവൈസ് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വരത്തില്ല. ഓക്കെ, അതുപോലെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ താഴെ വീണ്ടും സ്പ്ലിറ്റേഴ്സ് ആഡ് ചെയ്യാം. വെറുതെ റാൻഡം ആയിട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെഡ് വന്നു, കാരണം -28 ആണ്, സിഗ്നൽ ഓക്കെ അല്ല. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വയ്ക്കാം. ഇൻ കേസ് നമ്മുടെ കൈ തട്ടി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈഡി എന്നൊരു ബട്ടണുണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബാക്ക് ടു നോർമൽ വരും. അത് വീണ്ടും പഴയ പോലെ അറേഞ്ച് ആവും. പിന്നെ ഡയഗ്രം ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സൈഡിൽ ലോക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും മൂവ് ആവത്തില്ല. പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ സോഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ OLTയുടെ ഒരു പോർട്ടാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ സെയിം റൂട്ട് നമ്മളൊരു EDFA സിഗ്നലിലൂടെ കൊണ്ടുപോകുന്നെങ്കിൽ ഇവിടെ ആഡ് സോഴ്സ് കൊടുക്കുക, EDFA ഔട്ട്പുട്ട് പവർ കൊടുക്കുക. എന്നിട്ട് ഇതിന് പാരലായിട്ട് തന്നെ നമുക്കതും ഡിസൈൻ ചെയ്യാം. ആഡ് ചൈൽഡ് കൊടുക്കുക, സ്പ്ലിറ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് പാരലായിട്ട് അടുത്തൊരു സോഴ്സ് കൂടെ ആഡ് ചെയ്യാം. വീണ്ടും സോഴ്സ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ഡയഗ്രാം കൊടുക്കുകയാണെങ്കിൽ ഒരു പേര് കൊടുക്കുക, ഫസ്റ്റ് 1 സേവ് ഡയഗ്രാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഇത് സേവ് ആയിരിക്കും. ഇത് ലോക്കൽ മെമ്മറിയിലാണ് സേവ് ആവുന്നത്. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു PDF ഔട്ട് എടുത്തിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോ എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ, ഒരു ബാക്കപ്പായിട്ട്. ഞാനിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തു, ഡൗൺലോഡായി. ഇപ്പോൾ ഈ ഡൗൺലോഡ് ചെയ്ത PDF തന്നെ നമുക്ക് അടുത്തൊരു നമ്മുടെ ടെക്നീഷ്യനോ അല്ലെങ്കിൽ അടുത്ത കൊളീഗിനോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ PDF തന്നെ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഡയഗ്രാമിനകത്ത് ഓപ്പൺ ചെയ്യാം. അവർക്ക് ബാക്കി എഡിറ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ സേവ് ചെയ്ത ഫയൽ ഇമ്പോർട്ട് കൊടുക്കുക, ആ PDF ഞാൻ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആ സെയിം ഡയഗ്രാം എവിടെ വന്നു, എനിക്കിതിൻ്റെ ബാക്കി എഡിറ്റ് ചെയ്യാം.
അതൊരു എഡിറ്റബിൾ PDF ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന PDF ആയിട്ടായിരിക്കും അത് എക്സ്പോർട്ട് ആവുന്നത്. PDF ആയിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കാണാം. ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡിവൈസ്, ഒരുപാട് ഡിവൈസൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാം ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ അതറിയാനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ONTയിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രേസ് ഫൈബർ പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ONTയിൽ വരുന്ന സോഴ്സ് ടു ആ പർട്ടിക്കുലർ ഡിവൈസ് വരെയുള്ള ഫൈബർ മാത്രം ഹൈലൈറ്റ് ആവും, ബാക്കി എല്ലാ കണക്ഷനും ഡള്ളാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഇത് ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള. ട്രേസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡയഗ്രാമിൻ്റെ മേളിൽ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ആ സ്പാൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്. OLT ഹുവാവേ ടു കസ്റ്റമർ ONT വരെയുള്ള സ്പാനാണ്. അതിനിടയ്ക്ക് 6 കേബിൾസ് വരുന്നുണ്ട്. ടോട്ടൽ 4 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു സ്പാനിൽ ടോട്ടൽ എത്ര ലോസ് വന്നിട്ടുണ്ട് എന്നുള്ള അത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, ക്ലിയർ ട്രേസ് എഴുതി കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു നോർമൽ. നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ഇത്രയാണ് ബേസിക്കലി വരുന്നത്. ബാക്കി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ KST ഇൻഫ്രാ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ഫീച്ചർ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.